I was like, oh, catch, oh, that. Happy life. Welcome to El Nido. On your name tag is the boat and tour that you will be going on. Okay, for the boat, 1. Your tour guide, Russell. And together, his school tour guide, Bernardo. And for the boat 2, tour 8, I'm your tour guide. Yes. My name is Ellie, okay? Together my tour guide, Leomar. So guys, here in Happy Life, we have a patient and go. To have happiness by strangers learning to friends. Is that okay? Yeah. And here in Happy Life, we're not just about more fun. We have a station rules. The first rules, no bringing alcohol. Hey, tour guide. Hello guys, welcome Let's to go. So, നമ്മുടെ ഡേ 3 ഹോസ്റ്റലുണ്ട്. ഈ ഫ്രണ്ട് സോഷ്യലാണ് കേട്ടോ. ഫ്രണ്ട് സോഷ്യലില് ഹാക്കി ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്റ്റാൻഡേർഡ് ടീമാണ്. പൊതുവെ അവർ കുറച്ചുകൂടി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ്. നമ്മൾ എന്തായാലും ബോട്ട് പോയി നോക്കാം. കുറച്ച് എനർജറ്റിക് ടൂർ ആയിരിക്കും എന്ന് തോന്നുന്നത്. So let's cheers to another day in El Nido. ബോർഡ് നമ്പർ 2 ഉണ്ടായിരുന്നത്. ഇവിടെ വേറെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൺസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിന് പോകാൻ നമുക്കൊരു ഇവിടുത്തെ ഒരു എൻവയോൺമെന്റ് ഫീ ഉണ്ട്. അത് നമുക്ക് 10 ഡേയ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ 10 ഡേയ്സിനടുത്ത് നമ്മൾ വീണ്ടും ഏതെങ്കിലും ഐലൻഡ് ടൂർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ടൂർ സീ ചെയ്തിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു 200 പെസോടെ എൻവയോൺമെന്റ് ഫീ എനിക്ക് ഇതിന് കൊടുക്കാൻ പറ്റുകൊണ്ട് 200 ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഇവരെ ഫീ എന്ന് പറഞ്ഞാൽ 1390 പ്ലസ് 200 എൻവയോൺമെന്റൽ പ്ലസ് 200 ലഗൂൺ. നമ്മൾ ഓരോ സമയത്ത് ഓരോ ലഗൂണിലേക്ക് പോകുന്നതിന്റെ സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. അപ്പൊ എനിക്ക് 1790 200 കുറഞ്ഞു. 1590 ആണ് ഞാൻ അടച്ചിട്ടുള്ളത് ടൂർ അതിന്റെ കോസ്റ്റ്. കമ്പാരിറ്റീവ്ലി മേ ബി ഐ തിങ്ക് ഒരു 200 പെസോ ഇവർക്ക് അധികമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർക്ക് എല്ലാവരും കൂടെ പ്രൈസ് പറയുമ്പോൾ ലഗൂൺ ഫീയും ഇതിന് എക്സ്ക്ലൂഡ് ആക്കിയിട്ടാണ് പറയാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൈസ് കുറയുന്ന വെച്ചിട്ട് അവർ ഈ 2 ദിവസം എക്സ്ക്ലൂഷൻ ചെയ്തിട്ടുണ്ടാവും. ലഗൂൺ ഫീ ഉണ്ടാവും, എൻവയോൺമെന്റ് ഫീ ഉണ്ടാവും. എൻവയോൺമെന്റൽ ഫീ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആൾക്കാരും ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം വരെയുള്ള നമുക്ക് ആക്ടിവിറ്റീസ് ആയി. ഇതാണ് ടൂർ എ, വൺ ഓഫ് ദ ഫേമസ് ആണ്. നല്ല ക്രൗഡറാണ്. ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ട് ബസ്. ഇത് തന്നെ ബോട്ടിന് ഓൾമോസ്റ്റ് ഫുൾ ആണ്. Now guys, let me introduce our captain today, Captain Johnny. And your assistant or 2 lifeguards on your side, Justin and Batman. So guys, are you going in the tour? Hey, right? Yes. Alright, we have a 5 destination today. The first one is Ensalula Island. Okay? And the second one is a Big Lagoon. And the third one is our my favorite place. That's a lunch stop. My family. So guys, and the fourth one is our snorkeling. And I don't smoke. സോ ടൂർ എ സ്റ്റാർട്ടായി. ഫോട്ടോഗ്രാഫർ സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ അത് തന്നെ ഉണ്ട്. DSLR കാര്യങ്ങളൊക്കെ. അതാണ് ഇവരുടെ ആ ഒരു കോസ്റ്റിലുള്ള ചെറിയ വേരിയേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ക്രൗഡറാണ്. ഓൾറെഡി ടൂർ ചെയ്യാന്ന് പറഞ്ഞ ക്രൗഡറാണ്. അതിന്റെ പുറമെ നമ്മളെ ഇതിൽ തന്നെ 10 ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറെ ഡിഫറെന്റ് കൺട്രി എന്നുള്ള ആൾക്കാരല്ലേ, അത് പരിചയപ്പെടാം. അങ്ങനത്തെ ഒരു ടൂർ വേണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. നോർമൽ ഏതെങ്കിലും ടൂർ കമ്പനി പോവാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി ആള് കുറവായിരിക്കും. ബട്ട് ലെറ്റ്സ് എക്സ്പീരിയൻസ് ദിസ്. അപ്രോച്ചിങ് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്യൂട്ടിഫുൾ ആട്ടാ. സോ ഗൈസ്, നമ്മള് ഉള്ള ഫസ്റ്റ് ലൊക്കേഷനിലാണ് ഇൻസലൂല ഐലൻഡിലാണ് ഉള്ളത്. നല്ല അടിപൊളി സ്ഥലമുണ്ട്. അപ്പൊ ഇത് സൈലൈഡ് പോകുന്ന ആളുണ്ട്, ക്യാമറാമാൻ ഉണ്ട്. എന്താ പറയാ, ഒരു ഡ്രീമി ഡെസ്റ്റിനേഷൻ പോലെ അല്ല, നല്ല അടിപൊളി. ഒരു 40 മിനിറ്റ്സ് ആണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ജസ്റ്റ് സം ഫോട്ടോസ് ഓൾസോ.
രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഫസ്റ്റ് സ്പോട്ട് നമുക്ക് അടിപൊളി ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇത് സ്വിമ്മിങ്ങും കാര്യങ്ങളും തന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. ആൾക്കാർ കുറേ ലോങ് പോകുന്നുണ്ട്. 10 മിനിറ്റ് ഇവിടെ ബീച്ച് വോളിബോളിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മള് ഒരു കോക്കനട്ട് വാങ്ങി അടിക്കാൻ വെച്ചു. കോക്കനട്ട് വിത്ത് ദ ബീച്ച് വൈഫ്. ഇത് ഒരു അമേസിംഗ് കോമ്പിനേഷൻ ആണ്. സോ ഗുഡ്. 50 എല്ലായിടത്തും ഉണ്ടാവുക, പക്ഷെ ഇവിടെ ബീച്ച് പ്രൈസ് ആണ് കൊണ്ടായിരിക്കും 100 ആണ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇത് പൊളിച്ച് പക്ഷെ സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് അത്ര സുഖമില്ല, ബട്ട് ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ കളറുണ്ടോ ഒരു രക്ഷയില്ലല്ലേ. പെൻസിലുള്ള ആയാലും കേട്ടോ. ഒരു ഫസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ളൂ, നമുക്ക് ഇനി 4 സ്പോട്ട് പെൻഡിങ് ഉണ്ട്. ഫുൾ ഇംഗ്ലീഷ് സോ ഓരോ സമയത്ത് നമ്മൾ അങ്ങനെ സ്വിമ്മിങ്ങിനൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൺസ്ക്രീന് പോയിട്ടുണ്ടാവും. വെളിച്ചത്തേക്ക് നിന്നപ്പോൾ നേരത്തെ ബീച്ചിൽ പോയിരുന്നപ്പോൾ ആകെ കറുത്ത് പോയ മാനുണ്ടായിരുന്നു. സോ സൺസ്ക്രീനും കാര്യങ്ങളും എപ്പോഴും കയ്യിൽ വെക്കാം. ഓരോ സ്വിമ്മിങ് കഴിയുമ്പോഴും അപ്ലൈ ചെയ്യാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ എത്തും. അപ്പോൾ കുഴപ്പമില്ല. ഹേ we have Julian here. It's our rider. So നമ്മളിതാ രണ്ടാമത്തെ സ്പോട്ടിലെത്തി. ബിഗ് ലഗൂൺ കയാക്ക് എന്ന് പറഞ്ഞ ഈ ലഗൂണിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സോ കോൺസ്റ്റന്റ് എടുക്കണം എന്നാണ് അവരുടെ ആസ് യൂഷ്വൽ നമ്മൾ ലാസ്റ്റ് ടൈം പോലെ ചെയ്യാൻ. സോ ഞാനും ഷെയർ ചെയ്തെടുത്തു. ഹോട്ടൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ആൾക്കാരെ കിട്ടിയാൽ അതാണ് ബെസ്റ്റ്. സോ നമുക്ക് ഷെയർ ചെയ്ത് കോസ്റ്റ് ഷെയർ ചെയ്ത് പോകുന്ന മറ്റാനെ പോയിട്ട് ഭയങ്കര സ്പീഡിലാണ് ആശം. നല്ല പോയാൽ എന്താ മോണൽ വ്യൂ നോക്കൂ, ഒരു രക്ഷയില്ല കേട്ടോ. ബിഗ് ലഗൂണിന്റെ ഭയങ്കര ക്രൗഡ് കയറുണ്ടെങ്കിൽ അത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഒരു 100 കയാക്കെങ്കിലും അപ്പുറത്തും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ വ്യൂ എന്ന് പറഞ്ഞാൽ it's okay. It's good. ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത്ര ഡീപ്പില്ലാത്ത സ്ഥലത്താണ് ഇറങ്ങിയത്. സോ ഇതാണ് ബിഗ്. ഈ ലഗൂണിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 200 കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് അമേസിംഗ്. പിക്ചർ അങ്ങനത്തെ മാതിരി തന്നെ ഉണ്ടോ? ബനാന, ബത്തക്ക, പൈനാപ്പിള്, സലാഡ് ഉണ്ട്. പിന്നെ ഒന്ന് പോർക്കാണ്, ഡ്രിങ്ക്സ് ഉണ്ട്. ചിക്കൻ എന്താ പറയില്ല, ഫിഷാണ്. ഇതില് എല്ലാം കഴിക്കാൻ പറ്റും നമുക്ക്. ഇതാണ് പോർക്ക്. ഇതല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും പറ്റുന്ന ഐറ്റംസ് ആണ്. ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു. Two beers. Where are you from? India, man. Hey, oh, amazing. Whereabouts? Kerala. Hello, yeah. It's good. Have you been to India? Sorry?
What's your name? Will. Yeah, from Brighton, UK. Okay. Yeah. So you all came out together? So I'm travelling for 4 months, but these guys are all out on holiday, so they came out to meet me. It's really nice. Yeah, it's been such a good day though, hasn't it? Yeah. So how long are you here? I'm here for 10 days only. 10 days, yeah. That's amazing. I'm working in Dubai, so I don't have much Oh, you, vacation. okay, yeah, of course, You guys yeah. have more summer vacation. Yeah, what's Dubai like? I've never been. In Dubai? Yeah. At some point, I'd like to get there. Yeah, definitely you have to. But don't come now, it's very summer. Yeah, I would. I go in the winter. Like, Yeah. look at me. I'll burn. Oh. Do you like the Philippines so far? It's first time, only 3 days. Yeah. It's so tropical. It's amazing, isn't it? It's amazing. Yeah. Asian part is good. Like Yeah. Indonesia. The food's amazing. Food is amazing. Yeah. I don't like the food. You don't like the food? Oh, okay. To be fair, you're from India. India has great food, so. Yeah, do you have more masala? Oh yeah, 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 It's different. yeah. സോ ഇവിടുന്ന് ക്ലിംബ് ചെയ്യാം എന്നുള്ളതാണ് ഓപ്ഷൻ. We want photos. Okay. I'll little bit. Coba coba, coba. Coba. Tiket. The songs. It's amazing. സോ നമ്മുടെ ബോട്ട് വന്നിറങ്ങി ലാസ്റ്റ് 7 കമാൻഡോസ് ബീച്ചിലാണ് ഉള്ളത്. 7 കമാൻഡോസ് ബീച്ചിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് പറയാം, അത്ര ആൾക്കാരുണ്ട് ഇവിടെ. വോളിബോൾ കളിയും പരിപാടികളൊക്കെ ആയിട്ട് ഉള്ള വെയിലാണ്. നമ്മൾ 3:30 എത്തിയതാണ്. ഇനിയും ഒരു 1.5 മണിക്കൂർ, ഓൾമോസ്റ്റ് 5 മണി വരെ ഇവിടെ ഉണ്ടാകും. കുറേ ഇംഗ്ലീഷുകാരാണ് ഇതിലുള്ളത്. ഫുള്ള് എല്ലാവരും നല്ല കമ്പനിയായി. എല്ലാവർക്കും എന്താ പറയുക, നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ this is our Kevin Peterson from England. Kevin Peterson. It's like, oh, catch, oh, that. ഇവിടെ വോളിബോൾ കളിയും പരിപാടിയൊക്കെ ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവരോട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻജോയിങ് ദ വൈബ്സ് ആണ് എല്ലാവരും. അടിപൊളി കളറുള്ള ഇതൊക്കെ ബീച്ചിലെ കളറൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഈ ആൾക്കാർക്ക് നമ്മുടെ ഷോപ്പും കാര്യങ്ങളും ഉണ്ട്, ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. That's it. ഇവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് വോളിബോളിന്റെ. എന്താ പറയാ, ഫൈനൽ സെറ്റ്സിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ആവേശമാണ്. വോളിബോളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കാണാനും ഇരിക്കുന്നുണ്ട്. സോ നമ്മളെ ബോട്ടിന് ഏകദേശം ടൈമായി, നമ്മള് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, 7 കമാൻഡോസ് ബീച്ച് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്.
ഫൈനലി ഗ്രൂപ്പ് ഫോട്ടോന്റെ ടൈമായി. ഇതാണ് നമ്മളെ മാച്ച് മൊത്തം ഉണ്ടായിരുന്നത്. ബീച്ചിൽ നിന്നാണ് തോന്നുന്നത്. I'm leaving, man. Okay, have a good day, mate. Nice to meet you, yeah? Man, this is my favourite guy. What a bloke this guy is, yeah? You come to England any time. I'll see you later, boss. So we'll meet in England. We'll share this video for you. Yeah, 100%, boss. See you later. Sure. Hi, Mark. I'm leaving. Hey, see you soon. See you soon. Have a great time. You guys are okay. You still living now? We are going ടൂറ് കാര്യങ്ങൾ കഴിഞ്ഞു. ഒരു ഫൈനൽ ഇതുകൂടി ഉണ്ട്. അവർക്ക് എന്തോ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇതാക്കാം. അതുപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പോയിട്ട് പറ്റിയ കാര്യം തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് കൂടിയാണ് അവർക്ക് ഒരു 20% എക്സ്ട്രാ വരുന്നത്. ബട്ട് നോട്ട് ബാഡ്. നല്ല ഒരുപാട് ആൾക്കാരെ കിട്ടി. ഇറ്റ്സ് ഗുഡ്. അതിൽ ഒരുപാട് ഷോർട്സ് കാര്യങ്ങൾ ഇന്നത്തെ കിട്ടി. ടൂർ സേവ് വല്ല ടൂർ അമേസിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഡീപ് ഡൈവ് ഷോർട്സ് കാര്യങ്ങളൊക്കെ. നാളെ നമുക്ക് കൂടെ തിരിച്ചു പോകണം. കഴിഞ്ഞ രാത്രി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നൈറ്റിന് ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ഗെയിമാണിത്. എല്ലാം പൈസ വെക്കും. അന്നേരം ആ പൈസ റമ്മി കളിക്കുന്ന മാതിരിയാണെന്ന് തോന്നുന്നത്. ഏത് നമ്പറിനാണ് വെക്കുന്നത് അതിനാണെങ്കിൽ അടിക്കും. Now 2 green. Your money gone. So this guy will get some money in the green. He got 2 numbers. If it is 2 colors same, Times 2. times 2. Yeah. Oh, If you bet, okay. if you bet 100, you'll receive 300. You will receive 300. ഇതാണ് കളി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പറയുന്നത് ഏത് കളറാണ് നമ്മൾ വെച്ച പൈസ അതിൽ കിട്ടും. ഇപ്പം നീല 2 വട്ടം വന്നു. അപ്പൊ നീലയിൽ 50 വെച്ചാക്ക് 150 കിട്ടി. അങ്ങനെയാണ് കളി. മറ്റേ നമ്മളെ അമ്പലപ്പറമ്പിലെ കളി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സോ ഒരു ബിരിയാണി കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് കണ്ടപ്പോ കയറി നോക്കിയതാണ്. ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭയങ്കര പ്രൈസ് ആണ് എല്ലാത്തിനും. 500 ചിക്കൻ ബിരിയാണിക്ക് എന്ന് പറഞ്ഞ ഏകദേശം 30 ദിർഹംസിന് മുകളിലായി. പിന്നെ ഏതായാലും കയറി സ്ഥിതിക്ക് ഒന്ന് കഴിച്ചിട്ട് നോക്കാന്ന് വിചാരിച്ചു. കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഇന്ത്യനോ അല്ലെങ്കിൽ കേരള അങ്ങനത്തെ നോക്കിയപ്പോ ഇവിടെ അതായിരുന്നു കണ്ടത്. അപ്പം സ്റ്റാഫിലും അങ്ങനത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇവിടെയുള്ള ഫിലിപ്പീൻസ് തന്നെയാണ്. ഇതാണോ സീസൺ ടിക്ക ബിരിയാണി വന്നിട്ടുള്ളത്. കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ടെന്നുള്ള. സോ എന്റെ ഹോസ്റ്റലിലേക്ക് പോകുന്ന റൂട്ടിൽ ഗുസ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പ് ഞാൻ എപ്പോഴും കാണുന്നത്. അവിടെ ഭയങ്കര റഷാണ് ഞാൻ ഐസ്ക്രീമിന്. അപ്പൊ ഒന്ന് വാങ്ങി നോക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ സ്നിക്കേഴ്സ് ഒന്ന് വാങ്ങി നോക്കി. ഏതായാലും ബിരിയാണി കഴിച്ചതിന് നാളെ ഇവിടെ നമ്മൾ മൂവ് ചെയ്യാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്യാനുള്ള ലെവലിലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ ഇവിടെ ഈ ഐലൻഡ് ഹോപ്പിംഗ് ടൂറിസം ആണ് നമുക്ക് ഉള്ളത്. ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുള്ള് വാനാണ് ഇവിടെ നിന്നുള്ളത്. രാവിലെ 7 മണി തൊട്ടിട്ട് ഓൾമോസ്റ്റ് 6 മണി വരെ ഉണ്ട്. എന്നിട്ടൊന്നും അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 5 മണി തൊട്ടിട്ട് 6 മണി വരെ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് 7 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പം ഇവിടെ മോട്ടോർ ബൈക്ക് 2 കിട്ടും. അതേപോലെ ടൂർ ABCD എല്ലാത്തിന്റെ പ്രൈസും കാര്യങ്ങളും കണ്ട. പിന്നെ ഫിലിപ്പീൻസ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ. അതുവരൊക്കെ രാത്രി ഒരേ ഷോപ്പൊക്കെ ഓപ്പണാണ്. സോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചു. ബിരിയാണി കഴിച്ച് ഫുൾ ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഐസ്ക്രീം ഇട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ക്ഷീണമുണ്ട്. അതൊന്ന് ഫുൾ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താണ്. സോ നമ്മൾ നാളെ ഇവിടുന്ന് മൂവ് ചെയ്യും. എന്നോട് ഒന്ന് മൂവ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. സോ ബൈ ബൈ ഫോർ പാർട്ട് 3.